ഫാസിൽ, മുഹമ്മദ് ഫാസിൽ, എന്താണ് സുഖാണോ? നല്ല ചിരിയായിട്ടിരിക്കുകയാണല്ലോ. എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെയാണല്ലോ. ബോച്ചേട്ടി വാങ്ങിയിരുന്നോ? എവിടുന്നാ വാങ്ങിയേ? ആഹാ, ഇങ്ങനെ ഓൺലൈനാണോ ജ്വല്ലറിന്നാണോ? ഓൺലൈൻ. ഓക്കെ. എന്ത് ചെയ്യുന്നു ഫാസിൽ? പ്രവാസിയാണ്. ദരിദ്രവാസിയല്ല. അപ്പൊ ശരിക്കും നിങ്ങക്ക് 10 ലക്ഷം അടിക്കേണ്ട ആവശ്യമില്ല. 10 ലക്ഷം അടിച്ചിരിക്കുകയാണ് നിങ്ങക്ക്. അപ്പൊ ഈ പൈസ വേണോ? ദുബായി പോയി കാശുണ്ടാക്കല്ലേ? എന്താ ജോലിയാണോ അവിടെ? സൂപ്പർ മാർക്കറ്റ് അടുത്താണ്. സ്റ്റാഫാണ്. ഇനി മുതലാളിയാവണ്ടേ നമുക്ക്? എന്ന് സ്റ്റാഫായിരുന്നാ മതിയാ. ആരാള്ള വീട്ടില്? പിന്നെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ? കല്യാണം ഇപ്പൊ കഴിഞ്ഞോളൂ. അപ്പൊ കുട്ടികളുണ്ടോന്ന് ചോദിക്കുന്നില്ല. പിന്നെ ആരല്ല വീട്ടില്? വേറെ ആരൊക്കെ ഉണ്ട്? അത് ശരി. എവിടെ എല്ലാവരും അടുത്തുണ്ടോ? സന്തു എവിടെ? കാണാനില്ല. ആ, വൈഫാണോ? എന്താ പേര്? സ്മിത. ഇപ്പൊ ഭർത്താവിന്റെ കൂടെ ഗൾഫിലാണോ അതോ ഇവിടെ നാട്ടിലാണോ നിക്കണേ? ഇവിടെയാണോ? അപ്പൊ ഇനി കൂടെ പൊക്കോ. 10 ലക്ഷം അടിച്ചിക്കണ്. അത് പുള്ളിയുടെ കൊടുത്താ പുള്ളി അവിടെ പോയി അടിച്ചു പൊളിച്ച് തീർക്കും. അതിനു മുമ്പ് കൂടെ പൊക്കോളി. ആ, രണ്ടുപേരും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റ് കൂടെ സ്വന്തമായിട്ട് നടത്ത്. മുതലാളിമാരാവൂ. പിന്നെ അവിടെ ഉമ്മ എവിടെ? എന്താ അമ്മ ഒളിച്ചിരിക്കുന്നത്? ഇത്ര സന്തോഷ വാർത്തയൊക്കെ പറയുമ്പോ നാണൊക്കെ വരുന്ന ഉമ്മയ്ക്ക്. ഉപ്പ അടുത്തുണ്ടോ? അതാണാ വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ വിശ്വസിച്ചോടെ? ഞാനല്ലേ പറയണേ. ആ, ഇപ്പൊ വിശ്വാസായി. എന്താ പേര്? റാബിയ. അമ്മ കൂടിയ പേരാണല്ലോ. ഇന്റർനാഷണൽ പേരൊക്കെയാണ്. കെട്ടിയോനെവിടെ? പുറത്തു പോയിരിക്ക? എവിടെ? വീഡിയോ വലിക്കാൻ പോയതാ? അപ്പൊ എല്ലാവരും സന്തോഷായിട്ടിരിക്കൂ കേട്ടോ. 10 ലക്ഷത്തിന്റെ ചെക്ക് തരാൻ വിളിക്കാം. അപ്പൊ എല്ലാവരും കൂടെ വാ കേട്ടോ. ഇതാരാ? വേറെ സാറല്ല, ബോച്ചെ. ആ, അതും വൈഫാ. ഇപ്പൊ നേരത്തെ കണ്ടതും വൈഫ് തന്നെയാ? ആ, ഒരു വൈഫ് തന്നെ അല്ലേ? ആ, ശരി. ആ, 5 വരെ ആവാലോ അല്ലേ? അപ്പൊ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഒരു മുതലാളി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.